എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സുജനാസ് കിച്ചൻ. നമ്മുടെ പുരയിൽ ഇതുപോലെ പഴുത്തിരിക്കുന്ന വാഴയ്ക്ക ഉണ്ടെങ്കിൽ എടുത്തോട്ടോ. നമുക്ക് പാനിൽ ഒരു അടിപൊളി ഐറ്റം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതൊരു വട്ടത്തിൽ കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുക്കാം. എന്നിട്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തോടും നമുക്ക് ഇത്തിരി പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം വട്ടത്തിൽ ഇതുപോലെ പാനിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന തരത്തിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അടുക്കടുക്ക് വെക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഒരു പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലവണ്ണം തന്നെ മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഇത്തിരി യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ബാറ്റർ ഉണ്ടാവുക. ഇനി നമ്മുടെ ഒരു ബാറ്റർ നമ്മൾ ആദ്യം പാനിലോട്ടേക്ക് നമ്മൾ പഴം ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ബനാന നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വരണം. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് നമ്മളെ പഴം കാണാത്ത നിലയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക. ഇനി നമുക്കിവിടെ അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ വിട്ട് വരുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഈ ഒരു നിലയിലായി കഴിയുമ്പോൾ നമുക്കിനി വേറൊരു പാനിലോട്ടേക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് വേറൊരു പാനിലോട്ടേക്ക് ഞാൻ ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഇട്ട ഭാഗം കൂടി ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്ത് ചൂടോടുകൂടി കഴിച്ചാലേ സംഭവം പൊളി. ചുറ്റുള്ളതൊന്നും പിന്നെ കാണൂല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.